ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിലെ അവസാനത്തെ മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ബ്രസീലിന്റെ ദേശീയ ടീം ഉള്ളത്. എതിരാളികൾ ബൊളീവിയയാണ്. വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക് ബൊളീവിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് വേണ്ടിയുള്ള ഇന്നലത്തെ ട്രെയിനിങ് സെഷൻ ബ്രസീൽ ടീം ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ESPN ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കാർലോ ആഞ്ചലോട്ടി ടീമിനകത്ത് ചില മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ നിരയിൽ 2 മാറ്റങ്ങൾ വന്നേക്കും. അതായത് കഴിഞ്ഞ തവണ സെന്റർ ബാക്ക് പൊസിഷനിൽ ഗബ്രിയേൽ മഗല്ലസും അതുപോലെ തന്നെ മാർക്കിഞ്ഞോസുമായിരുന്നു കളിച്ചിരുന്നത്. ഇത്തവണ ഫാബ്രിസിയോ ബ്രൂണോ, അലക്സാൻഡ്രോ റിബൈറോ ഈ 2 താരങ്ങളെ ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ ഈ ഒരു പരിശീലകൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ് സെഷനിൽ ഈ 2 താരങ്ങളെയുമാണ് സെന്റർ ബാക്ക് പൊസിഷനിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മധ്യനിരയിലും 2 മാറ്റങ്ങൾ വന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ലുക്കാസ് പക്കേറ്റ കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരന്റെ റോളിലായിരുന്നു. എന്നാൽ അദ്ദേഹം ഇത്തവണ സ്റ്റാർട്ട് ചെയ്തേക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബ്രൂണോ ഗൊയ്മറസിന് ഒരുപക്ഷെ പുറത്തിരിക്കേണ്ടി വന്നേക്കും. അതുപോലെ തന്നെ കാസിമിറോക്ക് സസ്പെൻഷനാണ്. അദ്ദേഹത്തിന്റെ പകരമായിക്കൊണ്ട് ആൻഡ്രേ സാന്റോസിനെ ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇങ്ങനെ 4 മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ വിങ് ബാക്ക് പൊസിഷനിലും സ്ട്രൈക്കർ പൊസിഷനിലും ഒക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അയോ ഹെൻറിക്കെ, വിറ്റീഞ്ഞോ, റിച്ചാർലിസൺ തുടങ്ങിയ താരങ്ങൾക്ക് സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ തന്നെയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ തീരുമാനം. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.